ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാമാർക്കിൻ്റെ കോൺട്രിബ്യൂഷൻസും ഡാർവിൻ്റെ കോൺട്രിബ്യൂഷൻസും പഠിച്ചു ഇൻ എവല്യൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാർവിൻ്റെ കോൺട്രിബ്യൂഷൻസ് മെൻഡേലിയൻ ജനറ്റിക്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നല്ലേ. ഇതിനെ നമുക്ക് നിയോ ഡാർവിനിസം എന്നും വിളിക്കാം. നിയോ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് തിയറി ഓഫ് ഡാർവിൻ. അപ്പോൾ നമ്മൾ ഡാർവിൻ്റെ തിയറീനെ ഒന്ന് മോഡിഫൈ ചെയ്തു. എങ്ങനെയാണ് മോഡിഫൈ ചെയ്തത്? ഡാർവിനിയൻ കോൺസെപ്റ്റ്സിനെ മെൻഡേലിയൻ ജനറ്റിക്സുമായിട്ട് കമ്പൈൻ ചെയ്തു അല്ലേ. ദാറ്റ് ഈസ് മോഡിഫൈഡ് തിയറി ഓഫ് ഡാർവിൻ. അതിനെ നമ്മൾ നിയോ ഡാർവിനിസം എന്ന് വിളിച്ചു, അല്ലെങ്കിൽ മോഡേൺ സിന്തസിസ്, അതുമല്ലെങ്കിൽ മോഡേൺ സിന്തറ്റിക് തിയറി. അപ്പോൾ മോഡേൺ സിന്തസിസ് എന്ന് പറഞ്ഞാലും മോഡേൺ സിന്തറ്റിക് തിയറി എന്ന് പറഞ്ഞാലും നിയോ ഡാർവിനിസം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ഇതിലെന്താണ് പറയുന്നത്? The modern synthetic theory of evolution describes the evolution in terms of genetic variations in a population that leads to the formation of a new species. ഒരു പുതിയ സ്പീഷ്യസിൻ്റെ ഫോർമേഷന് കാരണമാകുന്നത് എന്താണ്? ഒരു പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ജനറ്റിക് വേരിയേഷൻസ് ആണ്. അപ്പോൾ ഡാർവിനും പറഞ്ഞത് ഇത് തന്നെയാണ്, ഒരു പോപ്പുലേഷനിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നു. ജനറ്റിക് വേരിയേഷൻസ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, പോപ്പുലേഷനിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നു. ആൻഡ് ആ വേരിയേഷൻസ് ഗ്രാജുവലി അക്യുമുലേറ്റ് ചെയ്ത് ഫൈനലി ഒരു പുതിയ സ്പീഷ്യസ് ഫോം ചെയ്യുന്നു അല്ലേ. അങ്ങനല്ലേ പറഞ്ഞത്? അതെ. ഇത് നമ്മൾ മെൻഡേലിയൻ ജനറ്റിക്സുമായിട്ട് കമ്പൈൻ ചെയ്തു. വേരിയേഷൻസിന് ഒരു ജനറ്റിക് ബേസിസ് ഉണ്ടല്ലേ. വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് വേരിയേഷൻസ് ആണ്, ജീൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഈ ജനറ്റിക് വേരിയേഷൻസ് ഓരോ ജനറേഷനിലും അക്യുമുലേറ്റ് ചെയ്ത് ഗ്രാജുവലി ഒരു പുതിയ സ്പീഷ്യസ് ഫോം ചെയ്യും. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഗതി ഇൻ ടേംസ് ഓഫ് ഇവല്യൂഷൻ ഈസ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഹ്യൂഗോ ഡിവ്രീസിൻ്റെ നെയിമും കൂടെ നിങ്ങൾ ഓർക്കണം. അപ്പോൾ ജനറ്റിക്സ് പഠിച്ച സമയത്ത് നമ്മൾ മ്യൂട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സഡൻ ചേഞ്ച് ആണ്. സഡൻ ചേഞ്ച് ഇൻ ദ ജിനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ ദ ഫസ്റ്റ് ഡീക്കേഡ് ഓഫ് 20th century ഹ്യൂഗോ ഡിവ്രീസ് ബേസ്ഡ് ഓൺ ഹിസ് വർക്ക് ഓൺ ഈവനിങ് പ്രൈംറോസ് എന്ന പ്ലാന്റിൽ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റ്സിലൂടെ മ്യൂട്ടേഷൻ എന്ന ഐഡിയയിലേക്ക് വരുന്നു. എന്താണ് മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ? അക്കോർഡിംഗ് ടു ഹ്യൂഗോ ഡിവ്രീസ്, ലാർജ് ഡിഫറൻസ് അറൈസിങ് സഡൻലി ഇൻ എ പോപ്പുലേഷൻ. അപ്പോൾ ഡാർവിൻ്റെ കണക്കനുസരിച്ച് ഈ വേരിയേഷൻസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരുന്നു, മൈനർ സ്മോൾ വേരിയേഷൻസ് ആയിരുന്നു. അത് ഗ്രാജുവലി ഓരോ ജനറേഷനിലും അക്യുമുലേറ്റ് ചെയ്താണ് പുതിയൊരു സ്പീഷ്യസ് ഫോം ചെയ്തത്. പക്ഷേ ഹ്യൂഗോ ഡിവ്രീസ് പറയുന്നതനുസരിച്ച് ഈ വേരിയേഷൻസ് large ആണ് and it is sudden. Okay, he believed that it is mutation which causes evolution and not the minor variations that Darwin talked about. ഡാർവിൻ പറഞ്ഞ പോലെ ചെറിയ വേരിയേഷൻസ് അല്ല എവല്യൂഷന് കാരണമാകുന്നത്, പുതിയ സ്പീഷ്യസിൻ്റെ ഫോർമേഷന് കാരണമാകുന്നത്. എന്താണ് എവല്യൂഷന് കാരണമാകുന്നത്? മ്യൂട്ടേഷൻസ് ആണ് എവല്യൂഷന് കാരണമാകുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ഹ്യൂഗോ ഡിവ്രീസിൻ്റെ മ്യൂട്ടേഷൻസും ഡാർവിൻ്റെ വേരിയേഷൻസും തമ്മിൽ നിന്ന് കമ്പയർ ചെയ്യാം. ഹ്യൂഗോ ഡിവ്രീസ് പറയുന്നതനുസരിച്ച് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് എന്താണ്? സഡൻ ആണ് ആൻഡ് ലാർജ് ആണ്. അതിനെ അദ്ദേഹം സാൾട്ടേഷൻ എന്നാണ് വിളിച്ചത്. സാൾട്ടേഷൻ ലീഡ്സ് ടു ഇവല്യൂഷൻ. ഓക്കെ, ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്, സാൾട്ടേഷൻ. എന്താണ് സാൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ? സഡൻ ലാർജ് വേരിയേഷൻസ്. കേട്ടോ, സഡൻ ലാർജ് വേരിയേഷൻസ് ഇൻ എ പോപ്പുലേഷൻ, അതാണ് സാൾട്ടേഷൻ ദാറ്റ് ലീഡ്സ് ടു ഇവല്യൂഷൻ അക്കോർഡിംഗ് ടു ഹ്യൂഗോ ഡിവ്രീസ്. ബട്ട് ഡാർവിൻ്റെ കോൺസെപ്റ്റ്സിൽ വേരിയേഷൻസ് എന്താണ്? ഗ്രാജുവലായിട്ട് നടക്കുന്നതാണ്, സഡനായിട്ട് നടക്കുന്നതല്ല. ആൻഡ് ദേ ആർ സ്മോൾ വേരിയേഷൻസ് ആണ് അല്ലേ. ആൻഡ് മ്യൂട്ടേഷൻസ് ആർ റാൻഡം ആൻഡ് ഡയറക്ഷൻലെസ്. പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഡാർവിൻ്റെ വേരിയേഷൻസ് ഡയറക്ഷനിലാണ്. ഇത്ര പോയിന്റ്സ് നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കണം. മെക്കാനിസം ഓഫ് ഇവല്യൂഷൻ എന്ന ഒരു ചെറിയ പാരഗ്രാഫിലാണ് ഈ മ്യൂട്ടേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ ആണ്. ഇതിനെ നമുക്ക് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്നോ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്നോ ഹാർഡി വെയിൻബർഗ് ലോ എന്നോ ഒക്കെ വിളിക്കാം. ആൻഡ് ഇത് പ്രപ്പോസ് ചെയ്തത് 2 സയൻറ്റിസ്റ്റ് ചേർന്നിട്ടാണ്, ഹാർഡി ആൻഡ് വെയിൻബർഗ്. എന്താണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്? ഇറ്റ് സേസ് ദാറ്റ് allele frequencies in a population are stable and is constant from generation to generation in the absence of disturbing factors. ഒരു പോപ്പുലേഷനിലെ അല്ലീലിക് ഫ്രീക്വൻസി അത് സ്റ്റേബിൾ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും ഫ്രം ജനറേഷൻ ടു ജനറേഷൻ.
എപ്പോഴാണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിസ്റ്റർബിങ് ഫാക്ടേഴ്സ്. ഇപ്പോൾ 100%-ൽ ഒരു 1% നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദാറ്റ് മീൻസ് ദ ജീൻ പൂൾ ഓഫ് എ പോപ്പുലേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ജീൻസ് ആൻഡ് ദർ അല്ലീൽസ് ഇൻ എ പോപ്പുലേഷൻ. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓടിയെത്തണം കേട്ടോ. ലൈക്ക് ജീൻ എന്താണെന്ന് അറിയാതിരിക്കണം, അല്ലീൽ എന്താണെന്ന് അറിയാമായിരിക്കണം, ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമായിരിക്കണം, ഹെട്രോസൈഗസ്, പിന്നെ ഡിപ്ലോയിഡ് കണ്ടീഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കണേ. എന്താണ് അല്ലീൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ആൻ അല്ലീൽ അറ്റ് എ ജനറ്റിക് ലോക്കസ് ഇൻ എ പോപ്പുലേഷൻ. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഐ കളർ ജീന് 2 കോപ്പീസ് അല്ല 2 എക്സിസ്റ്റൻസ്. നോർമലി ഒരു ജീന് 2 കോപ്പീസ് അല്ലെ 2 എക്സിസ്റ്റൻസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ അല്ലീൽസ് എന്ന് വിളിക്കുക അല്ലേ. ഓക്കെ, അപ്പം ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ്. ഐ കളർ ജീൻ്റെ 2 കോപ്പീസ് ഞാൻ ഇവിടെ എഴുതുകയാണ്, 2 എക്സിസ്റ്റൻസ് എഴുതുകയാണ്, ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഇത് രണ്ടും 2 അല്ലീൽസ് ആണ് അല്ലേ. അപ്പോൾ ഈ അല്ലീൽസ് ഹോമോസൈഗസ് കണ്ടീഷനിൽ വരാം, അല്ലെങ്കിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരാം. ഇത് ഡോമിനന്റ് അല്ലീലാണെന്ന് വിചാരിക്കുക, ഇത് റിസസീവ് അല്ലീലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ക്യാപിറ്റൽ ബി കണ്ടീഷനിൽ വന്നാൽ ഹോമോസൈഗസ് ഡോമിനന്റ്. ആൻഡ് സ്മോൾ ബി കണ്ടീഷനിൽ വന്നാൽ ഹോമോസൈഗസ് റിസസീവ്. ആൻഡ് ക്യാപിറ്റൽ ബി ഫോർ ബ്രൗൺ കളർ എന്ന് വിചാരിക്കുക, ബ്രൗൺ ഐ കളർ എന്ന് വിചാരിക്കുക. സ്മോൾ ബി ഫോർ ബ്ലാക്ക് ഐ കളർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ബ്രൗൺ ഐ കളർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക, ഈ ഒരു കണ്ടീഷനിൽ ബ്ലാക്ക് ഐ കളർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. ആൻഡ് വൺ മോർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ക്യാപിറ്റൽ ബി സ്മോൾ ബി അല്ലേ. ഇതിനെ നമ്മൾ ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് പറയും, ഹെട്രോസൈഗസ്. അപ്പം ഇവിടെയും ഐ കളർ എന്തായിരിക്കും? ബ്രൗൺ ആയിരിക്കും അല്ലേ, ബിക്കോസ് ക്യാപിറ്റൽ ബി ഈസ് ഡൊമിനേറ്റിംഗ് സ്മോൾ ബി. ഓക്കെ, അപ്പോൾ ദ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ആൻ അല്ലീൽ അറ്റ് എ ജനറ്റിക് ലോക്കസ് ഇൻ എ പോപ്പുലേഷൻ. ഞാൻ ഈ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന അല്ലീലിൻ്റെ മാത്രം ഫ്രീക്വൻസി നോക്കുകയാണ്, ആ പോപ്പുലേഷനിലുള്ള ഫ്രീക്വൻസി. ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് സെയിം സ്പീഷ്യസ് അല്ലേ. ഹ്യൂമൻസിൻ്റെ പോപ്പുലേഷൻ എടുത്താൽ അതിൽ ഹ്യൂമൻ ബീങ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് ക്യാറ്റിൻ്റെ പോപ്പുലേഷൻ എടുത്താൽ അതിൽ ക്യാറ്റ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. ഗ്രൂപ്പ് ഓഫ് സെയിം സ്പീഷ്യസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു 10-20 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പം ഇതിൽ ഞാനുണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് എൻ്റെ ഒരു ക്രോമോസോം പെയർ, നമ്മൾ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആണ് അല്ലേ. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സെറ്റ്സ് ഓഫ് ക്രോമോസോംസ് ഉണ്ടാകും. അതിൽ ഹാഫ് നമുക്ക് കിട്ടുന്നത് മദറിൻ്റെ അടുത്തു നിന്നും, ബാക്കി ഹാഫ് നമുക്ക് കിട്ടുന്നത് ഫാദറിൻ്റെ സൈഡിൽ നിന്നും. 1 ഈസ് മെറ്റേണൽ ആൻഡ് 1 പെറ്റേണൽ. ക്രോമോസോംസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒന്ന് മെറ്റേണൽ ആണ്, മറ്റത് പെറ്റേണൽ ആണ്. അപ്പോൾ ഈ ഒരു ക്രോമോസോം പെയറിൽ 2 ക്രോമോസോംസ് നമുക്കുണ്ട്. ഒന്ന് മദറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്, മറ്റത് ഫാദറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ മദറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ക്രോമോസോമിൻ്റെ അല്ലെങ്കിൽ ക്രൊമാറ്റിൻ്റെ ഒരു ലോക്കസിൽ, ഈ ഒരു പൊസിഷനിൽ ഇവിടെ, ഇതിന് നമ്മൾ ലോക്കസ് എന്ന് വിളിക്കും. ലോക്കസ് എന്താണ്? ലോക്കസ് എന്ന് പറഞ്ഞാൽ ലോക്കസ് പൊസിഷൻ ഓഫ് ജീൻ ഓൺ എ ക്രോമോസോം. അതുപോലെ ഒരുപാട് ലോക്കസ് ഉണ്ട് ക്രോമോസോംസിൽ. അങ്ങനെ ആകുമ്പോൾ നമുക്കിനെ ലോസ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ലോക്കസിൽ ഐ കളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീനാണ് ഇരിക്കുക എന്ന് വിചാരിക്കുക. മെറ്റേണൽ പാർട്ടിൽ ഐ കളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീനാണ് ഇരിക്കുക. അതേപോലെ പെറ്റേണൽ ക്രോമോസോമിൻ്റെ സെയിം ലോക്കസിൽ ഐ കളറിന് വേണ്ടിയിട്ടുള്ള ജീൻ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ അല്ലീലിനെ കൊണ്ടുവച്ചു. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ അല്ലീലാണ് എനിക്കുള്ളത്. ആൻഡ് അടുത്ത പെയറിൽ, ക്രോമോസോം പെയറിൽ, മീൻസ് പെറ്റേണൽ പാർട്ടിൽ എനിക്ക് സ്മോൾ ബി ആണുള്ളത് കേട്ടോ. എൻ്റെ കേസിൽ ഇങ്ങനെയാണ് ഐ കളറിന് വേണ്ടിയിട്ടുള്ള ജീൻ്റെ കോമ്പിനേഷൻ, അതായത് അല്ലീലി കോമ്പിനേഷൻ ഇങ്ങനെയാണ്, ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഇനി അടുത്ത ആളിൽ ആ ക്രോമോസോം പെയറിൻ്റെ സെയിം ലോക്കസിൽ സെയിം ജീൻ തന്നെയാണുള്ളത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഐ കളറിന് വേണ്ടിയിട്ടുള്ള ജീൻ തന്നെയാണുള്ളത്. പക്ഷേ അടുത്ത ആളിൽ വന്നിരിക്കുന്ന അല്ലീൽസ് സ്മോൾ ബി ആണെന്ന് വിചാരിക്കാം. ഇനി ആ അടുത്ത ആളിൽ എന്താ എഴുതാനുള്ളത്? ക്യാപിറ്റൽ ബി ആണ് സെയിം ലോക്കസിൽ വന്നിരിക്കുന്നത് വിചാരിക്കാം. മനസ്സിലായോ? അങ്ങനെയാകുമ്പോൾ ഈ ഇത്രയും ആൾക്കാരിൽ ഈ ക്യാപിറ്റൽ ബി എത്ര തവണ, അതിൻ്റെ എത്ര കോപ്പീസ്, ക്യാപിറ്റൽ ബി വന്നിട്ടുള്ളൂ, സ്മോൾ ബി അല്ലട്ടെ, ക്യാപിറ്റൽ ബിൻ്റെ എത്ര കോപ്പീസ് വന്നിട്ടുണ്ട്, അതിനാണ് നമ്മൾ allelic frequency എന്ന് പറയുന്നത്. Allelic frequency means relative frequency of an allele at a genetic locus in a population. അപ്പോൾ allele frequency കാണാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. In a population,
നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് എ പെർട്ടിക്കുലർ അല്ലീൽ ഇൻ എ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിൽ നമുക്ക് ഫ്രീക്വൻസി കാണേണ്ട അല്ലീൽസ് അല്ലേ, അതിൻ്റെ എത്ര കോപ്പീസ് വന്നിട്ടുണ്ട്, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ദ അല്ലീൽസ് ഫോർ ദാറ്റ് ജീൻ ഇൻ എ പോപ്പുലേഷൻ. ആ ജീൻ്റെ ടോട്ടൽ അല്ലീൽസ് അല്ലേ. നമുക്ക് നോക്കാം വിത്ത് എക്സാമ്പിൾ. ഇപ്പോൾ ഇത് ഒരു പോപ്പുലേഷനാണ്, ഗ്രൂപ്പ് ഓഫ് സെയിം സ്പീഷീസ്. ഇവിടെ ഞാൻ മെൻഡലിൻ്റെ പൈസം സാറ്റൈവം പ്ലാന്റ്സിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പോപ്പുലേഷനിൽ പൈസം സാറ്റൈവം പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അതിൽ 2 വെറൈറ്റീസ് കാണാൻ പറ്റും. ഒന്ന് വയലറ്റ് ഫ്ലവർ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറൈറ്റിയും ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി. അപ്പം ഇതിൽ കൂടുതലായിട്ട് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത് വയലറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അല്ലേ. ഓക്കെ, ഇനി ഇതിവിടെ വിട്ടേറെ, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഈ ഫ്ലവർ കളറിനെ കൺട്രോൾ ചെയ്യുന്ന 2 അല്ലീൽസിനെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ W ആൻഡ് സ്മോൾ w. അത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ വരാം, ലൈക്ക് ക്യാപിറ്റൽ W ഹോമോസൈഗസ് കണ്ടീഷനിൽ വരാം, സ്മോൾ w ഹോമോസൈഗസ് കണ്ടീഷനിൽ വരാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ W ഹെഡ്രോസൈഗസ് കണ്ടീഷനിൽ വരാം. ഇനി ഈ പോപ്പുലേഷനിൽ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 8 9. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അല്ലീൽസ് ഓഫ് ഫ്ലവർ കളർ ജീൻ്റെ ടോട്ടൽ അല്ലീൽസ് എത്ര ഉണ്ടാകും? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പോപ്പുലേഷനിൽ എത്ര ആൾക്കാരുണ്ടോ അത് ഇൻറ്റു 2 കണ്ടാൽ മതി. ബിക്കോസ് ഇത് ഡിപ്ലോയിഡ് ഓർഗാനിസം ആണല്ലേ. ഡിപ്ലോയിഡ് പെയർ ഓഫ് ക്രോമോസോംസ്, 2 ക്രോമോസോംസ്, അതിലൊന്ന് മെറ്റേണൽ ഒന്ന് പെറ്റേണൽ. അത് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അപ്പം എത്ര ആൾക്കാർ, എത്ര മെമ്പേഴ്സ് ആ പോപ്പുലേഷനിലുണ്ട് അത് ഇൻറ്റു 2 കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ജീൻ്റെ ടോട്ടൽ അല്ലീൽസ് കിട്ടും. ഏത് ജീൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ ടോട്ടൽ അല്ലീൽസ് കിട്ടും. സോ ടോട്ടൽ നമ്പർ ഓഫ് അല്ലീൽസ് ഓഫ് ഫ്ലവർ കളർ ജീൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 18. 9 into 2. Understood? Because we all are diploid organisms. And frequency of capital W allele മാത്രം ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ വെച്ച് പറയുക? നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ക്യാപിറ്റൽ W allele അല്ലേ, അത് കാണണം. എത്ര നമ്പർ ഉണ്ട്? നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ക്യാപിറ്റൽ W allele, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അല്ലീൽസ് ഓഫ് ദാറ്റ് ജീൻ, അത് 18 ആണ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ക്യാപിറ്റൽ W allele എത്രയുണ്ട്? 1, വേറെ കളറിൽ നോക്കാം, 1 2 3 4 5 6 7 8 9 10 അല്ലേ. 10 ടൈംസ് വന്നിട്ടുണ്ട് ക്യാപിറ്റൽ W allele. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അല്ലീൽസ്. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി, ക്യാപിറ്റൽ W allele ഫ്രീക്വൻസി. ഇനി ഫ്രീക്വൻസി ഓഫ് സ്മോൾ w allele ഇൻ ദിസ് സെയിം പോപ്പുലേഷൻ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? സ്മോൾ w allele കോപ്പി എത്രയുണ്ടോ നോക്കണം. എത്രയുണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ. 8 ഡിവൈഡഡ് ബൈ 18 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.44. ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ അല്ലീൽ ഫ്രീക്വൻസി ഒരു പോപ്പുലേഷനിൽ കാണുക. ആൻഡ് ഇതിനെ നമുക്ക് പാരൻ്റൽ പോപ്പുലേഷൻ എന്ന് വിളിക്കാം. പാരൻ്റൽ പോപ്പുലേഷൻ. ഇതിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടായി കഴിയുമ്പോൾ, നെക്സ്റ്റ് ജനറേഷൻ ഫോം ചെയ്യുമ്പോൾ, അതായത് നെക്സ്റ്റ് ജനറേഷൻ ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ജനറേഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ സെയിം വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആണ് ഉള്ളതെങ്കിൽ, അല്ല ഈ ജീൻസ് ഒക്കെ സെയിം ആണ്, ജീൻ്റെ ഫ്രീക്വൻസി സെയിം ആണ്, ദാറ്റ് മീൻസ് അല്ലീൽസിൻ്റെ ഫ്രീക്വൻസി സെയിം ആണ് എങ്കിൽ, അവിടെ ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കതിനെ ജനറ്റിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം, ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ ആ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ദ അല്ലീൽ ഫ്രീക്വൻസി ഓഫ് എ പോപ്പുലേഷൻ ഷുഡ് ബി സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഈ ഒരു ഫ്രീക്വൻസി ഓരോ ജനറേഷനിലും ഇങ്ങനെ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിന്ന് പോവുകയാണെങ്കിൽ ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹാർഡി-വെയിൻബെർഗ് ലോ ആ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെ ഒരിക്കലും ഒരു പോപ്പുലേഷൻ നിൽക്കില്ല. ഇങ്ങനെ ഒരു ജനറ്റിക് ഇക്വിലിബ്രിയത്തിൽ ഒരു പോപ്പുലേഷൻ ഒരിക്കലും നിൽക്കില്ല. ദർ വിൽ ബി ചേഞ്ചസ്, ദർ വിൽ ബി ഓൾട്ടറേഷൻസ് അല്ലേ. സി ദാ ഇവിടെ നോക്കുക. ഈ ജനറേഷനിൽ നെക്സ്റ്റ് ജനറേഷനിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. നെക്സ്റ്റ് ജനറേഷനിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈറ്റ് ഫ്ലവർ പ്രൊഡ്യൂസിങ് വെറൈറ്റീസിനെ കാണാൻ പറ്റില്ല. അതിൻ്റെ നമ്പർ ഒന്ന് കൂടിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പം അങ്ങനെയാകുമ്പോൾ നെക്സ്റ്റ് ജനറേഷനിലും ഞാൻ 9 ഇൻഡിവിജ്വൽസിനെ മാത്രമാണ് കൊടുത്തേക്കുന്നത്, 9 പ്ലാന്റ്സിന് മാത്രമാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഫ്ലവർ കളർ ജീൻ്റെ ടോട്ടൽ അല്ലീൽസ് എത്രയായിരിക്കും? 9 × 2 18 തന്നെ ആയിരിക്കും അല്ലേ. ആൻഡ് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ W allele
അത് ഈ പാരലൽ പോപ്പുലേഷനെ പോലെ ആയിരിക്കുമോ? 10/18 ആയിരിക്കുമോ? ഇല്ല, അതൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ? ഇതാ നോക്കൂ, 1 2 3 4 5 6 ചേഞ്ച് ആയില്ലേ? 6/18 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.33. ഫ്രീക്വൻസി പാരലൽ പോപ്പുലേഷനിൽ 0.55 ആയിരുന്നു, അതിവിടെ ചേഞ്ച് ആയി. ആൻഡ് ഫ്രീക്വൻസി ഓഫ് സ്മോൾ w അല്ലീൽ ചേഞ്ച് ആയല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 12/18 0.66. അപ്പോൾ അല്ലീൽ ഫ്രീക്വൻസി നെക്സ്റ്റ് ജനറേഷനിൽ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആയി. ദാറ്റ് മീൻസ് പോപ്പുലേഷൻ ഇവോൾവ്സ്. ഇവല്യൂഷൻ നടക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. പോപ്പുലേഷൻ ഇവോൾവ് ചെയ്യുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്താണ് പറയുന്നത്? ദ അല്ലീൽ ഫ്രീക്വൻസി ഓഫ് എ പോപ്പുലേഷൻ വിൽ ബി സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ്. ചില ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ അല്ലീൽ ഫ്രീക്വൻസി സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അപ്പോൾ ഒരു പോപ്പുലേഷനെ എപ്പോഴും ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ് ഇല്ലാതെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കത്തില്ല. എപ്പോഴും ആ പോപ്പുലേഷനെ ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ് ഒന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലേക്ക് നമ്മൾ വരുന്നതിന് മുന്നേ ജീൻ പൂൾ എന്താണെന്ന് കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞായിരുന്നു, ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ജീൻസ് ആൻഡ് ദെയർ അല്ലീൽസ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലെ ടോട്ടൽ ജീൻസ് ഇൻക്ലൂഡിങ് ദെയർ അല്ലീൽസ് അല്ലേ? സി, ഇവിടെ നിങ്ങൾക്ക് ഫ്രോക്സിൻ്റെ ഒരു പോപ്പുലേഷൻ കാണാം. അതിൽ മെജോറിറ്റിയും ഗ്രീൻ ഫ്രോക്സ് ആണ്. 2 പർപ്പിളും 1 റെഡും കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കളറ് പർപ്പിളും റെഡും ആണെന്നൊന്നും അല്ല. എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ജനറ്റിക് വെറൈറ്റീസ് ആണല്ലേ? ഇവർ 2 വെറൈറ്റീസ്, ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വന്നവർ 2 വെറൈറ്റീസ് അല്ലേ? ഇത് മറ്റൊരെണ്ണം, അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതാ അതിൻ്റെ ജീൻ പൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ജീൻസ് ആൻഡ് ദെയർ അല്ലീൽസ്. ഈ പോപ്പുലേഷനുള്ള ടോട്ടൽ ജീൻസും ആൻഡ് ദെയർ അല്ലീൽസ് അല്ലേ? ഇനി ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്. നമുക്ക് അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? P+Q ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അതെന്താ നമുക്കറിയാലോ, P² + 2PQ + Q² അല്ലേ? അപ്പം ഇതിൽ ഈ ക്യാപിറ്റൽ P എന്ന് പറയുന്നത്, ക്യാപിറ്റൽ P ഡോമിനൻ്റ് അല്ലീലാണ്, ഡോമിനൻ്റ് അല്ലീൽ. ആൻഡ് Q എന്ന് പറയുന്നത്, സ്മോൾ q എന്ന് പറയുന്നത് റിസസീവ് അല്ലീലാണ്, റിസസീവ് അല്ലീൽ. ആൻഡ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് P+Q ദ ഹോൾ സ്ക്വയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ടോട്ടൽ അല്ലീലിക് ഫ്രീക്വൻസി ആണല്ലേ, ഇൻക്ലൂഡിങ് P ആൻഡ് Q. ഈ സ്ക്വയർ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡിപ്ലോയിഡ് സെറ്റിനെയാണ്. ഓക്കെ, ഡിപ്ലോയിഡ് ക്രോമോസോംസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ P² + 2PQ + Q² അല്ലേ? P² എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡോമിനന്റ് ജീനോടൈപ്പ്. ഓക്കെ, ആൻഡ് Q² എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റിസസീവ് ജീനോടൈപ്പ്, റിസസീവ് അല്ലീൽ. ഓക്കെ, ആൻഡ് 2PQ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് അല്ലീൽസ്, 2PQ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഈ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു പോപ്പുലേഷൻ ആണ് എങ്കിൽ ഈ P+Q ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. When frequency measured differs from expected values, the difference or direction indicates the extent of evolutionary change. ഇതാണ് എക്സ്പെക്റ്റഡ് വാല്യൂ. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു പോപ്പുലേഷനിൽ നമുക്ക് അല്ലീൽ ഫ്രീക്വൻസിയിൽ കിട്ടേണ്ട എക്സ്പെക്റ്റഡ് വാല്യൂ ഇതാണ്. പക്ഷേ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ ഇവല്യൂഷൻ നടന്നിട്ടുണ്ട്, ആ പോപ്പുലേഷൻ ഇവോൾവ് ആയിട്ടുണ്ട് എന്നാണ് അല്ലേ? ദാറ്റ് മീൻസ് ആ ജനറ്റിക് ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. ഡിസ്റ്റർബൻസ് ഇൻ ജനറ്റിക് ഇക്വിലിബ്രിയം ഓർ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ദാറ്റ് ഈസ് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓഫ് അല്ലീൽസ് ഇൻ എ പോപ്പുലേഷൻ വുഡ് ദെൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് റിസൾട്ടിങ് ഇൻ ഇവല്യൂഷൻ. അപ്പോൾ ആ പോപ്പുലേഷനിലെ അല്ലീൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? ആ പോപ്പുലേഷൻ ഇവോൾവ് ചെയ്യുന്നു എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഡിസ്റ്റർബിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഇതിൽ ഈ മ്യൂട്ടേഷനും ജനറ്റിക് റീകോമ്പിനേഷനും നാച്ചുറൽ സെലക്ഷനും ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മ്യൂട്ടേഷൻ നിങ്ങൾക്കറിയാം. ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിൽ വേരിയേഷൻസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമാണ് ജനറ്റിക് റീകോമ്പിനേഷൻ. എന്ന് പറഞ്ഞാൽ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിൽ ഗമേറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ മയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ അല്ലേ, അതിൽ
ഈ ജനറ്റിക് റീകോമ്പിനേഷൻ, ജീൻ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. എപ്പോഴാണ്? ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ, മൈസസിലെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ്, പാക്കറ്റീൻ സ്റ്റേജിൽ ജീൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ്സ് ഇൻ ബിറ്റ്വീൻ ദ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. നിങ്ങൾ പഠിച്ചില്ലേ? യാ, അതാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുക. ദാറ്റ് ലീഡ്സ് ടു റീകോമ്പിനേഷൻ, ന്യൂ കോമ്പിനേഷൻ. അതാണ് ജനറ്റിക് റീകോമ്പിനേഷൻ കേട്ടോ. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു വേരിയേഷൻ. ഓക്കെ, നാച്ചുറൽ സെലക്ഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതിൽ നിങ്ങൾക്ക് അറിയാത്തത് ജീൻ മൈഗ്രേഷനും ജനറ്റിക് ഡ്രിഫ്റ്റും ആണ്. നമുക്ക് നോക്കാം എന്താണ് ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ പോപ്പുലേഷൻ ടു അനദർ. ഒരു പോപ്പുലേഷനിൽ നിന്ന് ജീൻസ് മറ്റൊരു പോപ്പുലേഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ എന്ന് പറയുക. ഇത് നാച്ചുറലി നടക്കുന്ന ഒരു കാര്യമാണ്. സി, ഒരു പോപ്പുലേഷനിൽ നിന്ന് ജീൻസ് മൈഗ്രേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അവിടുന്ന് ഒരു അവിടുന്ന് ഓർഗാനിസംസ് മൈഗ്രേറ്റ് ചെയ്യണം അല്ലേ? ജീൻസ് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഓർഗാനിസംസ് മൈഗ്രേറ്റ് ചെയ്യണ്ടേ? ഓക്കെ, ഇവിടെ ബ്രൗൺ ബീറ്റിൽസിന്റെ പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പം ഗ്രീൻ ബീറ്റിൽസിന്റെ പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബ്രൗൺ ബീറ്റിൽസിന്റെ പോപ്പുലേഷനിൽ നിന്ന് ഒരു ബ്രൗൺ ബീറ്റിൽ ഗ്രീൻ ബീറ്റിൽസിന്റെ പോപ്പുലേഷനിലേക്ക് പോവുകയാണ്. ഇതാണ് ജീൻ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ, ജീൻ ഫ്ലോ. അങ്ങനെയാകുമ്പോൾ ഈ പോപ്പുലേഷനിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി, ഈ പോപ്പുലേഷനിലും ഡിസ്റ്റർബൻസ് ഉണ്ടായി. എന്ത് ഡിസ്റ്റർബൻസ് ഉണ്ടായത്? ഈ പോപ്പുലേഷനിൽ ജീൻസ് കുറയാണല്ലേ, ആൻഡ് ഈ പോപ്പുലേഷനിലേക്ക് ജീൻസ് വന്നു ചേരുമ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ടായി. സോ ദിസ് വിൽ ഡിസ്റ്റർബ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. ആ ജനറ്റിക് ഇക്വിലിബ്രിയം ഇവിടെ ബ്രേക്ക് ആയില്ലേ? രണ്ടിടത്തും ബ്രേക്ക് ആയില്ലേ? ഓക്കെ, അടുത്തത് ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് ആക്സിഡൻ്റലി നടക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. 10th ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കുറേ ബീറ്റിൽസിനെ, റെഡ് ബീറ്റിൽസിനെയോ ഗ്രീൻ ബീറ്റിൽസിനെയോ കൊടുത്തിട്ട് ഒരു എലഫൻറ്റ് ഫൂട്ട് വരുന്നത് അല്ലേ, ഒരാന അതിൽ നടന്നു പോകുമ്പോൾ ആ ബീറ്റിൽസിനെയൊക്കെ ചവിട്ടി കൊന്നു കളയുന്നു. ആക്സിഡൻ്റലായിട്ട് നടക്കുന്ന ഒരു ചേഞ്ച്. ആ പോപ്പുലേഷനിൽ കുറേ പേര് അങ്ങ് ചത്തുപോയി. പഠിച്ചില്ലേ? ഓക്കെ, ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ദ അല്ലീലിക് ഫ്രീക്വൻസി ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലെ ജീൻ ഫ്രീക്വൻസി അങ്ങ് കുറയാണ്, അല്ലീൽ ഫ്രീക്വൻസി കുറയാണ്. ആസ് എ മാറ്റർ ഓഫ് ചാൻസ്, ആക്സിഡൻ്റലി നടക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം. സി, ഇവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. 2-3 ഗ്രീൻ ബീറ്റിൽസിനെയും ബ്രൗൺ ബീറ്റിൽസിനെയും കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഇതിലെ നടന്നു പോയപ്പോൾ ഗ്രീൻ ബീറ്റിൽസിനെയൊക്കെ ചവിട്ടി തന്നെ കൊന്നുകളഞ്ഞു. അപ്പം മിച്ചവാറുടെ ഈ ഗ്രീൻ ബീറ്റിൽസിൻ്റെ നമ്പർ ടോട്ടലി അങ്ങ് കുറഞ്ഞല്ലേ, പിന്നെ ഒരെണ്ണേ ഉള്ളൂ. ഇനി ഇവിടെ ബ്രൗൺ ബീറ്റിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സർവൈവിങ് പോപ്പുലേഷനിൽ ബ്രൗൺ ബീറ്റിൽസ് ആണ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവരുടെ നമ്പർ അങ്ങോട്ട് കൂടും, അവരവിടെ ഇവോൾവ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, സോ എന്താണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? പോപ്പുലേഷൻ്റെ ജീൻ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന മാറ്റം, ചേഞ്ച് അല്ലേ, ആസ് എ മാറ്റർ ഓഫ് ചാൻസ്, ആക്സിഡൻ്റലി നടക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ജനറ്റിക് ഡ്രിഫ്റ്റ് 2 തരത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ബോട്ടിൽ നെക്ക് എഫക്റ്റ്, അത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കേട്ടോ, നമ്മൾ ബീറ്റിൽസിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതുപോലെ. അടുത്തത് ഫൗണ്ടർ എഫക്റ്റ്. ഫൗണ്ടർ എഫക്റ്റ് മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബോട്ടിൽ നെക്ക് എഫക്റ്റ് നമുക്ക് നോക്കാം. It happens when the population number is dramatically decreased as a result of natural disasters such as earthquakes, floods. അതുവഴി ഒരു പോപ്പുലേഷൻ്റെ നമ്പർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇതിനാണ് നമ്മൾ ബോട്ടിൽ നെക്ക് എഫക്റ്റ് എന്ന് പറയുക. ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. സി, ഒരു ബോട്ടിലിനകത്ത് ഒറിജിനൽ പോപ്പുലേഷനെ കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ പോപ്പുലേഷനിൽ ദ പോപ്പുലേഷൻ ഓഫ് സെയിം സ്പീഷീസ് തന്നെയാണ്, അതിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ യെല്ലോ കളറാണ് ഇവിടെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവരാണ്, ഈ വെറൈറ്റീസ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഗ്രീനും റെഡും ഒക്കെ കുറവാണ് യെല്ലോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഇവിടെ നടക്കുന്നു എന്നാണ് ഈ ഇത് കണ്ടോ, ഇതിങ്ങനെ കമത്തി ഇതിലേക്ക് ഈ ഇടുന്ന കാണിച്ചേക്കുന്നത്. ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, ഈ ബോട്ടിലിലേക്ക് ഇവന്റ് എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. എർക്ക്വേക്ക് ആകാം, ഫ്ലഡ് ആകാം, എന്തെങ്കിലും ആയി. ആ നാച്ചുറൽ ഡിസാസ്റ്റർ വഴി ഈ പോപ്പുലേഷൻ നമ്പർ ടോട്ടലി അങ്ങോട്ട് റെഡ്യൂസ് ചെയ്തു. കുറച്ച് പേര്, വളരെ കുറച്ച് പേര് മാത്രം സർവൈവ് ചെയ്തു. അപ്പോൾ ഈ ബോട്ടിലേക്ക് ഇടാൻ പോകുന്നത് വളരെ കുറച്ച് പേരെയാണ്. ഈ പോപ്പുലേഷനിൽ നിന്നും വളരെ കുറച്ച് പേര് കണ്ടോ. ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ആ സർവൈവിങ് പോപ്പുലേഷനിൽ കണ്ടോ, ആ യെല്ലോ വെറൈറ്റി ഒരാൾ മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ അല്ലേ. റെഡ് ആൻഡ് ഗ്രീൻ ആണ് പിന്നെ ഇവിടെ വന്നേക്കുന്നത്. നേരത്തെ യെല്ലോ വെറൈറ്റീസ് ആയിരുന്നു കൂടുതൽ അല്ലേ. പക്ഷേ ഈ ബോട്ടിലിനേക്ക് ഈവൻറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ സർവൈവ് ചെയ്ത പോപ്പുലേഷനിൽ യെല്ലോ വെറൈറ്റി വളരെ കുറച്ചായിരുന്നു. ആൻഡ് ഈ സർവൈവിങ് പോപ്പുലേഷൻ എന്തായി മാറും? ന്യൂ പോപ്പുലേഷൻ ആകും അല്ലേ. ബിക്കോസ് ഇവിടെ റീപ്രൊഡക്ഷൻ ഒക്കെ നടന്നിട്ട് ഇവിടെ നമ്പർ അങ്ങോട്ട് കൂടും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെഡ് ആൻഡ് ഗ്രീൻ വെറൈറ്റീസ് മോർ. അപ്പോൾ ഒറിജിനൽ പോപ്പുലേഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയൊരു പോപ്പുലേഷൻ ഫോം ചെയ്യും. അടുത്തത് ഫൗണ്ടർ എഫക്റ്റ് ആണ്. ഈ പിക്ചർ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് പാരന്റ് പോപ്പുലേഷൻ.
a group of same species, but you can see different varieties. ഈ പാരന്റ് പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ആൾക്കാർ വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയി. അവർക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, അവർ വേറെ സ്ഥലത്തേക്ക് പോയി. മൈഗ്രേറ്റിംഗ് പോപ്പുലേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, അവർ വേറൊരു സ്ഥലത്തേക്ക് പോയി. ഓക്കെ, ആൻഡ് പോപ്പുലേഷൻ ആഫ്റ്റർ എ കപ്പിൾ ഓഫ് ജനറേഷൻ, കുറേ ജനറേഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ പുതിയൊരു പോപ്പുലേഷനായിട്ട് മാറും. കണ്ടോ? ആൻഡ് ഒറിജിനൽ പോപ്പുലേഷനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയൊരു പോപ്പുലേഷൻ ഫോം ചെയ്യുന്നു അല്ലേ. ഇവരെ നമ്മൾ ഫൗണ്ടർ പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് ദർ ഈസ് എ ഡെറിവേഷൻ ഓഫ് എ ന്യൂ പോപ്പുലേഷൻ ഫ്രം എ സ്മോൾ ഐസൊലേറ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. കുറച്ച് ഇൻഡിവിജ്വൽസ് ഒറിജിനൽ പോപ്പുലേഷനിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, എന്നിട്ട് അവരവിടെ കുറേ ജനറേഷൻസ് കഴിഞ്ഞിട്ട് പുതിയൊരു പോപ്പുലേഷനായിട്ട് മാറുന്നു. ദ ന്യൂ പോപ്പുലേഷൻ ഈസ് ജനറ്റിക്കലി ഡിഫറെൻറ്റ് ഫ്രം ദ പാരന്റ് പോപ്പുലേഷൻ.